അപ്പോഴേ ഇന്ന് വൈകുന്നേരത്തൊക്കെ ഒരു 4 മണി പലഹാരം ഉണ്ടാക്കണേ കേട്ടോ. അപ്പോൾ ചക്കാട ഉണ്ടാക്കാൻ പോണം. അപ്പോൾ നമുക്ക് കിഴക്കേല കൊച്ചാമ്മ ഇത്തിരി ചക്ക തന്നിട്ടാ. ചക്കയെന്ന് പറഞ്ഞാൽ നല്ല ഭയങ്കര മധുരമുള്ള വരിക്കച്ചക്കയാണ് കേട്ടോ. ഒരു ചുവപ്പ് ടൈപ്പാണിത്. നല്ല സ്പെഷ്യൽ ചക്കയാണിത്. അപ്പോൾ നമുക്ക് ഈ ചക്ക വെച്ചാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ചക്കേനെ നമുക്കൊന്ന് അടിച്ചെടുക്കണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഞാൻ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് മിക്സിയിൽ അടിച്ചെടുക്കും. എന്നിട്ടാണ് നമ്മൾ പൊടിയുമായിട്ടിട്ട് കുഴക്കണം കേട്ടോ. ആദ്യം നമുക്ക് ചക്ക ഒന്ന് അരിഞ്ഞ് അടിച്ചുകൊണ്ട് വരാം. അതിന് ശേഷം നമുക്ക് അട ഉണ്ടാക്കാം. ഇല അടയാണ് ഉണ്ടാക്കാൻ പോണം കേട്ടോ. പരുത്തി ഇലയിലാണ് ഞാൻ അട ഉണ്ടാക്കാൻ പോണത്. വാഴയിലയിലും ഉണ്ടാക്കാം, എന്നാലും ഞാൻ പരുത്തി ഇലയിലാണ് ഉണ്ടാക്കണത്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ഈ ചക്ക ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അടിച്ചെടുക്കാം. അതിന് ശേഷം പൊടി കുഴക്കാം. ഓക്കെ. അപ്പോൾ ഞാനേ ഉണ്ടാക്കാനായിട്ട് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇത് ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടിയാണ്, 1/2 കിലോത്തിൻ്റെ പാക്കറ്റാണ് കേട്ടോ. ഇത് മുഴുവൻ ഞാൻ എടുക്കുന്നുണ്ട് പൊടിയായിട്ട്. അതങ്ങോട്ട് ഈ പാത്രത്തിലാണ് നമ്മൾ കുഴക്കാൻ പോണത്. ഈ മൊത്തം പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചക്കക്ക് ഒടുക്കത്തെ മധുരം കേട്ടോ, നല്ല മധുരമുണ്ട്. ഇതിലേക്ക് ശർക്കര നീരാണ് ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കര നീരാണ് ഇതൊഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 1/4 കിലോനധികം ഉണ്ട് കേട്ടോ. 1/2 കിലോത്തിൻ്റെ അടുത്ത് ശർക്കര നീരുണ്ട്. ഇതാണ് നമ്മുടെ ചക്ക അടിച്ചത്, ഇട്ട് കൊടുക്കാം. ഇത് ഒരു മുറി തേങ്ങ പീരാണ്, വലിയ മുറി തേങ്ങയുടെ പീരയാണ്, അത് മുഴുവൻ ഇട്ട് കൊടുക്കാം. ഇത് ഏലക്കയും ജീരകവും കൂടി കുത്തിച്ചതച്ചതാണ്, ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ഈ നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് നന്നായിട്ടൊന്നുകൂടി കുഴക്കാം. അപ്പോൾ ഞാൻ പൊടിയെല്ലാം കുഴച്ച് കഴിഞ്ഞിട്ടോ. അപ്പോൾ നമുക്ക് പരുത്തി ഇലയിലാണ് ഞാൻ റെഡിയാക്കുന്നത് കേട്ടോ. പരുത്തി ഇലയിലേക്ക് ഇട്ട് കൊടുക്കാം. അല്പം മാവ്, വെള്ളം പതുക്കെ ഒന്ന് തൊട്ടിട്ട് പരത്തി കൊടുക്കാം. ഇങ്ങോട്ട് മടക്കിയാൽ മതി, രണ്ടായിട്ട് അങ്ങോട്ട് മടക്കി വെക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ അടയും റെഡിയാക്കി എടുക്കാം കേട്ടോ. ചക്കയുടെ സീസണിൽ ഇതുപോലെ എപ്പോഴും അട ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ചക്ക വാങ്ങിക്കാറില്ല, വലിയവരും തരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇതുപോലെ അട ഉണ്ടാക്കാനാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. പച്ചന തിന്നാനായിട്ട് അത്ര താല്പര്യമില്ലാത്ത ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും. അട ഉണ്ടാക്കും, ഇതുപോലെ അങ്ങോട്ട് അട ഉണ്ടാക്കും. അപ്പോൾ ഞാൻ ആദ്യത്തെ ട്രിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ. ഇത് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട്, വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തട്ടിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു ട്രിപ്പ് റെഡി ആവട്ടെ, എന്നിട്ട് അടുത്ത ട്രിപ്പ് എടുക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് അട നോക്കാം കേട്ടോ. റെഡി ആയിട്ടുണ്ട്. ഒരു അരമണിക്കൂറായി ഇത് വെച്ചിട്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിൽ നിന്ന് നമുക്ക് എടുക്കാം കേട്ടോ. എന്നിട്ട് സെക്കൻഡ് ട്രിപ്പ് ഇടാം.
സെക്കൻഡ് ട്രിപ്പ് ഇത്രയുണ്ട് ഇട്ട് കൊടുക്കാം. മൂടി വെക്കാം. ഇനി അരമണിക്കൂർ നിന്ന് വേട്ടെ. അപ്പോഴേ ഇന്നത്തെ 4 മണി പലഹാരം കേട്ടാ ചക്കടയും ഇഞ്ചിച്ചായയും കേട്ടാ, അതാണ്. അപ്പം ഞാനൊരട എടുക്കണേ കേട്ടോ. എൻ്റെ ഫേവറേറ്റ് സംഭവമാണ് കേട്ടോ ഇത്. ചക്ക കിട്ടിയാൽ ചക്ക വെറുതെ തിന്നാൻ എനിക്കിഷ്ടമില്ല. ഇവിടെ എല്ലാവർക്കും അട ഉണ്ടാക്കി തിന്നാനാണ് ഇഷ്ടം. അപ്പോൾ അടേനെ ഒന്നുകൊണ്ട് പൊളിച്ചൊക്കെ എടുത്ത് നോക്കാം. ചക്ക ഒടുക്കത്തെ മധുരമുള്ള ചക്കയായിരുന്നു കേട്ടോ. കൂടാതെ ശർക്കര നീര് ഒഴിച്ചിട്ടുണ്ട്. നല്ല മധുരമുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി ചക്കയായിരുന്നു. ഇത്തിരി ഇഞ്ചിച്ചായ മൊത്തം. പൊളി. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ 4 മണി പലഹാരം ചക്കടയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോയും റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുകയാണ്. എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി. ബൈ.